MC-യുടെ ഡയറക്ഷനിൽ ബേസിൽ ജോസഫ്, നസ്രിയ, ദീപക് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അഭിനയിച്ച സൂക്ഷ്മദർശിനി എന്ന സിനിമ ഇന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ പടത്തെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുമായി ഷെയർ ചെയ്യാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറയുകയാണ്. ഇതൊരു കോളനി പരിസരമായതുകൊണ്ട് മറ്റുള്ളവരുടെ സംസാരവും കാക്കയുടെ കരച്ചിലും പൂച്ചയുടെ കരച്ചിലും ഒക്കെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലൂടെ കേൾക്കാനിടയാവും. എല്ലാ വീഡിയോയിലും ഞാനത് പറയുന്നുണ്ട്. അത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവാതിരിക്കാനാണ് ഇന്ന് ഓൾറെഡി എടുത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കം നസ്രിയ അവതരിപ്പിക്കുന്ന പ്രിയദർശിനി എന്ന കഥാപാത്രത്തിൻ്റെ ഇൻട്രോയിൽ നിന്നാണ്. ഒരു അരമണിക്കൂർ അവരുടെ കുടുംബജീവിതത്തിൻ്റെ സാഹചര്യങ്ങളാണ് എടുത്തു കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ഫാമിലി മൂവിയാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും. പിന്നീട് അവിടുന്ന് പെട്ടെന്നാണ് ഒരു ത്രില്ലർ മൂഡിലേക്ക് ഈ സിനിമ മാറിപ്പോകുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും പോസിറ്റീവ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്ത രീതിയിലുള്ള സ്ക്രിപ്റ്റ് തന്നെയാണ് സിനിമയെ പറഞ്ഞോട്ട് പോകുന്നത്. പിന്നെ സിനിമയിൽ എടുത്തു പറയേണ്ട മറ്റൊരു പോസിറ്റീവ് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നസ്രിയയുടെയും ബേസിൽ ജോസഫിൻ്റെയും അഭിനയ മുഹൂർത്തങ്ങളാണ്. രണ്ടുപേരും കട്ടയ്ക്ക് മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഓരോ ഭാഗങ്ങളും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നുന്ന രീതിയിലാണ് രണ്ടുപേരും അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ സിനിമയിലെ വമ്പൻ ട്വിസ്റ്റുകളാണ് ക്ലൈമാക്സിൽ പ്രത്യക്ഷപ്പെടുന്നത്. ട്വിസ്റ്റ് തന്നെയാണ് ഈ സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ MC എന്ന ഡയറക്ടറുടെ ഡയറക്ഷനും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഒരു തരത്തിലും ബോറടിപ്പിക്കാതെ അദ്ദേഹം സിനിമയിലെ ഓരോ സീനുകളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ മേക്കിംഗ് ഒക്കെ സാധാരണ ലെവലിൽ തന്നെയാണ് പോകുന്നത്. എന്നാലും കുഴപ്പമില്ല എന്ന് തന്നെ വേണം പറയാൻ. മൊത്തമായി പറഞ്ഞാൽ ഫാമിലിക്കായിട്ട് പോയി കാണാൻ പറ്റിയ ഒരു മികച്ച ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ഈ സിനിമ എല്ലാവരും പോയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.